അതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആരാണ് ഇതിന് ഗൂഢാലോചന നടത്തിയത്, ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, അത് കൃത്യമായി അന്വേഷിക്കണം. അതെ അതെ, അതിൻ്റെ വിവരം നിങ്ങൾക്കറിയാം എന്താണ് കാഫർ സ്ക്രീൻഷോട്ട് എന്നുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് വടകരയിലാണ് ഇങ്ങനെ ഒരു വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് തന്നെ ഞങ്ങൾ അത് മുസ്ലിം ലീഗാണ് അതിന് ഉത്തരവാദി എന്ന രൂപത്തിലാണ് എല്ലാ മീഡിയകളിലും ചർച്ചകളും വാർത്തകളും ഒക്കെ ആയി വന്നത്. അത് അന്വേഷിക്കാൻ ആ നിമിഷം തന്നെ ഞങ്ങൾ ഇടപെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്ന നിലയിൽ UDF ഇടപെട്ടു. അത് കൂടാതെ മുസ്ലിം ലീഗ് പാർട്ടിയും വളരെ ശക്തമായി ഇടപെട്ടു. പക്ഷേ ഇതിനൊന്നും തന്നെ ഒരു പരിഹാരം ഉണ്ടായില്ല. അന്വേഷിക്കാൻ ഇവർ തയ്യാറല്ല. നാട്ടിലിങ്ങനെ മൈക്ക് കെട്ടി പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? ഇങ്ങനെ മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് നാട്ടിൽ വലിയ വർഗീയ കലാപം ഉണ്ടാക്കാൻ പാകപ്പെടുന്ന രൂപത്തിലുള്ള വിദ്വേഷ പ്രചരണം നടത്തുന്നു. ഇതെന്തൊരു വർഗീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റൊക്കെ അവരുടെ ഉന്നതന്മാരായിടുന്നത്. ഒരു വേള ശൈലജ ടീച്ചർ വരെ ഇതെന്തൊരു പോസ്റ്റാണ്, ഇതെന്തൊരു വർഗീയതയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോലീസ് അന്വേഷിക്കാതിരുന്നപ്പോഴാണ് ഞങ്ങൾ കോടതിയിലേക്ക് പോകുന്നത്. കോടതി ഇടപെട്ടാണ്. കോടതി പോലീസിൻ്റെ കുഞ്ചിക്ക് പിടിച്ചപ്പോൾ CD ഹാജരാക്കാൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ പോയിട്ട് CD ഒരു അന്വേഷണവും നടന്നിട്ടില്ല കേസ് ഡയറിയിൽ. അപ്പോഴാണ് കോടതി ഒരാഴ്ച കൊണ്ട് അന്വേഷിച്ച് എന്നൊക്കെ CD ഹാജരാക്കി കൃത്യമായി നടപടി വേണമെന്ന് പറഞ്ഞു. പിന്നീട് ഒരാഴ്ച വീണ്ടും ഇവർ സമയം ചോദിച്ചു. കോടതി നിരന്തരമായി ഇടപെട്ടപ്പോഴാണ് ഇവർ പറയുന്നത് റിബേഷ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, ആദ്യം ഇത് അമ്പാടിമുക്ക് സഖാക്കൾ, അങ്ങ് റെഡ് വളണ്ടിയേഴ്സ് ഇങ്ങനെ വരികയാണ്. ഈ പോസ്റ്റ് വന്ന വഴി പറഞ്ഞു. അവസാനം ഇതിൻ്റെ ഉറവിടം റിബേഷ് എന്ന് പറയുന്ന DYFIയുടെ റിബേഷ് അധ്യാപകനാണ്, വടകര ബ്ലോക്ക് പ്രസിഡന്റായ ആളാണ് എന്ന് പോലീസ്. റിബേഷിനെ അന്വേഷിച്ചപ്പോൾ റിബേഷ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ റിബേഷ് അല്ല ഇത് ക്രിയേറ്റ് ചെയ്തത്, പക്ഷേ റിബേഷിന് വേറെ ആരോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാണ്. അത് കണ്ടെത്താൻ വേണ്ടി കോടതി പറഞ്ഞു. അപ്പോൾ ഫോണ് നമ്മൾ ഈ മുഹമ്മദ് റിയാസിൻ്റെ ഫോൺ അവിടെ കൊടുത്തിട്ടുണ്ട്, സറണ്ടർ ചെയ്തിട്ടുണ്ട്. അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ടുണ്ട്. അന്വേഷണം അത് നടക്കുകയാണ്. കോടതി പലതവണ പറഞ്ഞതാണ് ഇത്രയും പെട്ടെന്ന് അന്വേഷണം അവസാനിപ്പിച്ച് ഫോറൻസിക് റിപ്പോർട്ട് സമർപ്പിക്കണം. പക്ഷേ ഇതുവരെ ഫോറൻസിക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അതിലുള്ള വലിയൊരു തമാശ എന്താണെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് വടകര പോലീസിൻ്റെതായ റിപ്പോർട്ട് വരികയാണ്. കേസ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഫോറൻസിക്കിൻ്റെ കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഫോണ് അവിടെയാണുള്ളത്. ഈ അന്വേഷണമൊന്നും കോടതി എവിടെ അവസാനിപ്പിച്ചിട്ടില്ല. കോടതി നടപടിയായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് വടകരയിലെ പോലീസ് പറയുന്നത് ഇതൊക്കെ എഴുതി തള്ളിയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്ത വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ആരാണിത്, നാളെ ഇത് ആരായിരുന്നാലും അത് മുന്നണി എന്നുള്ളത് രാഷ്ട്രീയത്തിനില്ല. കാരണം നാട്ടിലൊരു വലിയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ അന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നത്. വലിയ കലാപം ഉണ്ടാക്കാൻ. ഇനി അങ്ങനെ ഒരു ശ്രമം നമ്മുടെ നാട്ടിലുണ്ടാകാൻ പാടില്ല. അതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആരാണ് ഇതിന് ഗൂഢാലോചന നടത്തിയത്, ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, അത് കൃത്യമായി അന്വേഷിക്കണം. ഇപ്പോഴും പലരുടെയും ഫേസ്ബുക്കിൽ CPMൻ്റെ ലോക്കൽ നേതാക്കന്മാരുടെ ഫേസ്ബുക്കിൽ ഈ വാർത്ത പിൻവലിക്കാതെ കിടക്കുന്നുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. കോടതി പറഞ്ഞിട്ട് പോലും പരിഗണിച്ചിട്ടില്ല. പോലീസ് എന്താണോ CPM പറയുന്നത് അതിനപ്പുറത്ത് പോലീസ് വടകരയിൽ ഒരു മുടിനാരിഴക്ക് മുന്നോട്ട് പോകില്ല. കോടതിയല്ല ആര് പറഞ്ഞാലും. അതാണ് പോലീസിൻ്റെ നിലപാട്. വടകരയിൽ ഇതുപോലുള്ള വിഷയങ്ങൾ കത്തിക്കുന്നതിൽ CPMനെ പോലെ തന്നെ പങ്ക് പോലീസിനുണ്ട്. പോലീസും ഏകപക്ഷീയമായി വളരെ മോശമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിലൊക്കെ സ്വീകരിച്ചത്. അതുകൊണ്ടൊരു SIT വരട്ടെ, അന്വേഷണം നടക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെട്ട ജനങ്ങൾക്ക് ഇതാരുണ്ടാക്കിയത്.
ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം വരണം എന്നാണ്. അത് പരിഗണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഉറപ്പ് എന്ന് പറയുന്നത് ഈ കാഫർ സ്ക്രീൻഷോട്ട് ഏതെങ്കിലും ഒരു വടകരയിൽ മാത്രം ഒരു ഏതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് കേരളം മുഴുക്ക ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ത് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം CPM എന്നും കളിക്കുന്ന കളി ഇതാണ്. ഒരു ഹിന്ദു മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കി എന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വോട്ട് തട്ടുക. അപ്പോൾ ഇത് ഇനി അവസാനിപ്പിക്കണം. ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ ഇത് പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇതുമായിട്ട് നിജസ്ഥിതി കണ്ടെത്തുക, യഥാർത്ഥ കുറ്റവാളി ആര്, ഇതിലെ ഗൂഢാലോചന ഇതൊക്കെ കണ്ടെത്തിയാൽ നാളെ ഇതാരും, കാരണം ഈ രാഷ്ട്രീയമൊക്കെ തെരഞ്ഞെടുപ്പ് ഇന്ന് കഴിയും, നാളെ വോട്ട് കഴിഞ്ഞ് മറ്റന്നാൾ ഇതൊക്കെ കഴിഞ്ഞാൽ നാട് ബാക്കി വേണ്ടേ? പരസ്പരം കത്തിയെടുക്കുന്ന, പരസ്പരം അടിച്ചു കീറുന്ന, തലതല്ലി കീറുന്ന, വീട്ടിന് ബോംബെറിയുന്ന, ആളുകളുടെ നേരെ ബോംബെറിയുന്ന ഒരവസ്ഥയൊക്കെയാണ്. ഇതുപോലുള്ള അനാവശ്യമായ വിവാദം ഉണ്ടാകും. ഇനി അതുണ്ടാവില്ല. ഞാനിതൊരു നല്ല ഉദ്ദേശമാണ് ഇതിൻ്റെ ലക്ഷ്യം. രാഷ്ട്രീയത്തിനപ്പുറത്ത് നാട്ടിൽ ഇനി ഇങ്ങനെയുള്ള ക്രിമിനൽസ് അഴിഞ്ഞാടരുത്. ഇതാണ് നമ്മളെ ലക്ഷ്യം.